പെണ്ണ്? 2 ഇരട്ട പിള്ളേര്. ആണോ പെണ്ണ? ഒന്നാണും പിന്നെ മറ്റേതാണും. പിന്നെ 2 ആണെന്നങ്ങ് പറഞ്ഞാ 2 ആണ്. ഒന്ന് അവന്റെ മുഖം, ഒന്ന് അവളുടെ മുഖം. ഓ, തങ്കം പോലെ ഇരിക്കണം. ഇതിലേതാണ് അത് ഇത് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കൊച്ചിനെയൊക്കെ എടുത്തൊന്ന് കളിപ്പിച്ച് സന്തോഷമായി പോയേട്ടാ. ഉച്ചയപ്പ ആ ഹാപ്പി മൂഡ് അങ്ങോട്ട് പോയടാ. കൊച്ചിന്റെ കല കിടക്കണ തള കാണാനില്ല. അയ്യോ, അത് പിന്നെ എവിടെ പോയെന്നൊരു പിടുത്തവും ഇല്ല. അവൻ അവളെ സംശയിക്കണ്, അവൾ അവനെ സംശയിക്കണ്, വന്ന ആൾക്കാരെ സംശയിക്കണ്. ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നക്രശ്വാസം ഭരിച്ചിരിക്കണേന് ഞാൻ യാത്ര പറയാൻ നിന്നില്ല. പോന്നു ആ വെള്ളത്തിന്റെ ഇടയിൽ നമ്മൾ നിന്ന് വെറുതെ എന്താണ് അപ്പൊ തന്നെ ഇങ്ങോട്ട് പോകുന്നു. ടൗണിൽ വന്ന് ബസ്സിൽ കയറിയിരുന്ന് കഷ്ടം. എവിടെ പോയത് ആ തള. അങ്ങനെ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പോക്കറ്റിൽ കൈയിട്ടപ്പ പോക്കറ്റിൽ കിടക്കണത് തള. അതെങ്ങനെ പോക്കറ്റിൽ വന്നത്? കൊച്ചി എനിക്ക് തോന്നുന്നത് കാലിട്ട് കളിച്ചപ്പോ പോക്കറ്റിൽ തള വീണു. സാധാരണ കൈയിട്ടാണല്ലോ കളിക്കണത്, കാലിട്ട് കളിക്കാൻ കാര്യമില്ലല്ലോ. കയ്യിലല്ലേ തള കിടക്കണത്, കാലയിലല്ലേ. അപ്പൊ കാലി കിടക്കി ആ കൊച്ചിനെ കളിപ്പിച്ചപ്പോ പോക്കറ്റിൽ പോയിട്ടുണ്ടോ? അതാണ്. അയ്യോ, അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ച് ദൈവമേ, ഇത് ഞാനിതും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ചീത്തപ്പേരും കൂടി ഉണ്ടാവുക. അമ്മ ഓട്ടിച്ചെന്ന് പറയും. ഇല്ലാത്ത കാര്യമൊന്നും വേണ്ട. സകല പാപഭാരങ്ങൾ മാറട്ടെ എന്നും പറഞ്ഞു ഗുരുവായൂർ അമ്പലനടയിൽ അങ്ങോട്ട് ചെന്നു. അവിടെ സമർപ്പിച്ചു. അമ്പലത്തിൽ ഭഗവാനെ സമർപ്പിച്ചു. ഗുരുവായൂരപ്പനെ സമർപ്പിച്ചെന്നല്ല, ഗുരുവായൂരപ്പന്റെ അവിടത്തുള്ള ഒരു ജ്വല്ലറി കയറി അതങ്ങാട് വിറ്റ് കാപ്പവനെ ഉണ്ടായിരുന്ന കാശിന് അങ്ങാടും കൊടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊച്ചിന് നന്മ വരുത്തണേ, അവക്ക് നല്ലത് തന്നെയെന്നും കഴിഞ്ഞിട്ട് കാശൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ എനിക്കൊരു ചിന്ത, ഇനി നിന്റെ അടുത്തേക്കൊന്ന് വന്നാലാ. അപ്പൊ ഇവിടെ വന്ന് നിങ്ങളെ കാണണം, നിങ്ങളുമായിട്ട് കുറച്ചു ദിവസം തങ്ങണം, പോണം, അത്രേ ഉള്ളൂ. അത് ശരി. അപ്പൊ എനിക്കൊന്ന് കുളിക്കണം, അത് മാത്രമല്ല എന്തെങ്കിലും കഴിക്കണം, പിന്നെ ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കണം. മനുഷ്യ ഓടിച്ചെന്നാ അലമാരയുടെ താക്കോലെടുത്ത് പൂട്ടി വെക്ക്. നീ അലമാരയുടെ താക്കോലൊക്കെ നീ പൂട്ടിക്കോ, ഞാൻ ആ കുളിക്കിലൂടെ ഹോൾ അടച്ചിട്ട് വരാം. എവിടെയായിരുന്നു? കുറെ നാളല്ലേ കണ്ടിട്ട്? കുറെ നാളായി. ഇങ്ങോട്ട് വരാനുള്ള കൈ കാശില്ല. ഞാൻ ഇടക്ക് പത്രത്തിലൊക്കെ നോക്കും. ഇപ്പൊ വലിയ സാധ്യത പ്രവർത്തിക്കൊന്നും പോണില്ലടാ. അയ്യോ അതല്ല, ചർമ്മക്കോളത്തിലെ എന്നെ അമ്മാവന്റെ പടമ്പല്ലോ ചത്തട്ടില്ലേ, ഞാനിങ്ങനെ ജീവിച്ചോണ്ടിരിക്കണേ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? നല്ല സുഖമായിരിക്കണം. സമയത്രേ? സമയം ഇപ്പൊ 1:30 ആയി കാണും. അതായത് രാവിലെ ഒരാളോട് ചോദിച്ചപ്പോ 6:30 മണിന്ന്, കുറച്ച് കഴിഞ്ഞ് ഒരാളോട് ചോദിച്ചപ്പോ 7:30 മണിയായിരുന്നു. ഇപ്പൊ കുറച്ചപ്പുറത്തേക്ക് ചോദിച്ചപ്പോ 10:30 മണിയായിരുന്നു. അമ്മാവരിപ്പോ 1:30 മണിയായിരുന്നു. ആൾക്കാർക്കൊന്നും ഒരു വ്യവസ്ഥയില്ലെന്ന്. ഞാൻ പോട്ട് വരേ. നീ പോ. മൂത്തു പോയല്ലടാ. വെയില് കൊണ്ട് മൂത്തതാണ്. ഇതെന്നെ അമ്മാവനോട് തുള്ളണം. അവൻ തന്നിട്ട് പോയതാണ്. മര്യാദക്ക് വന്ന ഞാനാണ്. എന്നെ തുള്ളൽ ഒടിപ്പിച്ചിട്ട് അവൻ പോണോ കണ്ട. എന്റെ മാമ അവനെ കണ്ടിട്ട് മാമൻ തുള്ളാൻ നിക്കല്ലേ. ഇവന് തന്നെ പറ്റിയടി. എന്റെ പിന്നെ കൊറേ കാലമായി അത് തുടങ്ങിയിട്ട്. ആ പെണ്ണുമ്പിള്ള കൂടോത്രാണെന്ന് വിചാരിച്ച് ജോത്സ്യന്മാരുടെ ഒക്കെ കൊണ്ടുപോയി, പിന്നെ ആശുപത്രി കൊണ്ടുപോയി. കുഴപ്പമൊന്നുമില്ല. ആശുപത്രി കൊണ്ടിട്ട് മെന്റലിന്റെ പ്രോബ്ലം ഒന്നും അല്ല. പിന്നെ ഇവനെന്നാ പറ്റി? പിന്നല്ലേ അറിയണത്, അണ്ണാൻ കടിച്ച മാങ്ങാ തിന്നിട്ടാണ് ഈ ചാടിച്ചാടി നടക്കണെന്ന്.